ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ചേമ്പും തണ്ട് വെച്ചുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തോരനാട്ടോ. അപ്പോൾ ഇതാദ്യമേ നമ്മളത് നല്ലപോലെ കഴുകി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ സ്ക്വയർ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഇതിനകത്തോട്ട് അല്പം ഉപ്പിട്ടിട്ട് ഇളക്കി ഒരു 10-15 മിനിറ്റ് വെക്കണം. ഞാനിപ്പോൾ ഉപ്പ് നീരായിട്ട് ഒഴിക്കുന്നത്. ഉപ്പ് അല്ലാതെ ഉപ്പായാലും മതി കേട്ടോ, പൊടി ഉപ്പായാലും ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് നീര് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപ്പ് നീര് അങ്ങ് ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി വെക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പം ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അന്നേരം ഇതിനകത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടെന്നൊക്കെ ചിലർ പറയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചേമ്പ് വിത്തെടുക്കുന്നത് തന്നെ ചേമ്പിൻ്റെ തണ്ടാട്ടോ എടുത്തിരിക്കുന്നത്, നല്ല ചീരച്ചേമ്പല്ല കേട്ടോ എടുത്തേക്കുന്നത്. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഞാൻ ഇത് പിഴിഞ്ഞെടുക്കുവാണ്. എന്നിട്ട് പിന്നീട് നമ്മൾ ഇങ്ങനെ ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ തോരൻ കറി വെക്കാൻ തുടങ്ങുമ്പം ഉപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുകയും ചെയ്യല്ലോ കേട്ടോ. ഇതിനകത്ത് നിന്ന് ഇപ്പോൾ മഴയുടെയൊക്കെ സമയമാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ ഇതിനകത്ത് കാണും. ഇത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൊണ്ട് അതുപോലെ ഒത്തിരി കുഴഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ തന്നെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അതുപോലെ അതിൻ്റെ തൊലിയൊന്നും ചീകിക്കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളം കേട്ടോ, ആ ഉപ്പ് നീരിൽ ഒക്കെ ഒഴിച്ചു കൊടുത്ത് എല്ലാം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറിയുള്ളിയും പച്ചമുളകുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവാള ആണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ചെറിയുള്ളിക്ക് വെച്ചാൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുമല്ലോ എടുത്ത് വൃത്തിയാക്കി എടുക്കാൻ. പക്ഷേ ചെറിയുള്ളിയൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പം ഏത് കറികൾക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ചീനിച്ചട്ടി വെളിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വറ്റൽമുളകും കടുകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരുന്ന ആ ചേമ്പിൻ്റെ തണ്ടുണ്ടല്ലോ അരിഞ്ഞ് വെച്ചിരുന്നത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്കിനി ചെറിയുള്ളിയും പച്ചമുളക് ഇച്ചിരി കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് ഇനി ഒരു പൊടി ഐറ്റങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ. ഇത് പല രീതിയിൽ വെക്കാം, അതിലൊരു രീതിയായിട്ട് ഇത് കാണിച്ചു തരുന്നത്. അപ്പം ഞാൻ ചെറിയുള്ളി തന്നെയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇതിന് പകരം ഒരു സവാളയുടെ പാതിയോ വല്ലതും ചേർത്ത് കൊടുത്താലും മതിയെ. ഈ സമയത്ത് ഇനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുകയും ചെയ്യില്ല. ഇത്ര ഐറ്റം മാത്രം മതി നമുക്കിത് ചെയ്തെടുക്കാൻ. ഇതിനകത്ത് ഇനി ജീരകമോ വെളുത്തുള്ളിയോ മുളക് പൊടി ഇങ്ങനെയുള്ള ഒരു ഐറ്റം മഞ്ഞൾപ്പൊടി ഉൾപ്പെടെ ഒന്നുമേ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിനകത്ത് ഇനി വെള്ളവും ഒഴിച്ചു കൊടുക്കല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വെന്ത് കിട്ടാൻ. പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം, അല്ലാതെ പൊടി ഐറ്റങ്ങളൊന്നും കേട്ടോ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ പിന്നീട് തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോണേ. വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഞാൻ ചതച്ചൊന്നും എടുത്തിട്ടില്ല, തിരുമിയിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഇപ്പോൾ ഒരു അരക്കപ്പോളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചേമ്പും തണ്ട് എടുക്കുമ്പം നമ്മൾ അരിയുമ്പോൾ ഒരുപാടുണ്ടെന്ന് വിചാരിച്ചാലും അത് ഒത്തിരി ആ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ അരിഞ്ഞാലേ നമ്മുടെ ആവശ്യത്തിന് കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഇപ്പോൾ തുറന്നിരിക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് തേങ്ങയും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ തേങ്ങ കുറച്ചായിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഇനി ഉപ്പൊക്കെ നോക്കി പാകത്തിന് നോക്കി അങ്ങ് എടുത്താൽ മതി. നല്ല ഡ്രൈ ആക്കി അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ നല്ല ഡ്രൈ ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തോരൻ കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ചേമ്പും തണ്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇതേ കൂട്ട് ചെയ്തൊന്ന് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നടുക്ക ചുരുണ്ട ഇലയോടുകൂടി വരുമല്ലോ, അതും കൂടെ കൂട്ടി ചേർത്ത് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.